പുതുവർഷത്തിൽ ഏറ്റവും ഭാഗ്യ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. 5 രാശികളിൽ പെടുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഏതെല്ലാമാണ് ഈ നക്ഷത്രക്കാർ എന്നറിയാം. പുതുവർഷം വരികയാണ്. ഈ വർഷം തങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. ജ്യോതിഷപ്രകാരവും പുതുവർഷഫലം പ്രധാനമാണ്. ഈ വർഷം 5 രാശിയിൽപ്പെട്ട 15 നക്ഷത്രക്കാർക്ക് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഫലമായി പറയുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യവും മാറവും ഉണ്ടാകുന്നു. ഇവരുടെ സകല ദുഃഖവും മാറി രക്ഷപ്പെടും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കാരണം ഇവർക്ക് സകല ഐശ്വര്യവും ഉണ്ടാകുന്നു. ഏതെല്ലാം രാശിയിൽപ്പെട്ട നാളുകാർക്കാണ് ഈ ഭാഗ്യം വരുന്നതെന്നറിയാം. വൃശ്ചികം. ഇതിൽ ആദ്യ രാശിയാണ് വൃശ്ചികം രാശി. ഇതിൽ പെടുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസമാകുന്നു. ഭാഗ്യാനുഭവം വന്നു ചേരുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായത് വന്നു ചേരുന്നു. നേട്ടങ്ങളിലേക്കും ഉയർച്ചയിലേക്കും വന്നു ചേരുന്നു. ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നെത്തും. വിദേശയോഗം, ജോലി ഭാഗ്യങ്ങൾ പറയുന്നു. 2025 ഭാഗ്യനക്ഷത്രങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഇവർ. കടബാധ്യതകൾ വരുത്താതെയും ജാമ്യം നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപം നടത്താതിരിക്കാനും ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സംശയത്തോടെ കാണാതിരിക്കാനും ശ്രദ്ധിക്കുക. മിഥുനം. അടുത്തത് മിഥുനക്കൂറുകാരാണ്. മകയിരം, തിരുവാതിര, പുണർത്തം നക്ഷത്രക്കാരാണ് ഇതിൽ പെടുന്നത്. ഇവർക്ക് പുതുവർഷം ഭാഗ്യവും ഐശ്വര്യവും വരുന്നു. മികച്ച വർഷമാണ് ഇത്. ജോലിയിലും വ്യക്തി ജീവിതത്തിലും വലിയ വിജയം നേടാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനം വന്നു ചേരും. ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. ദേവീക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ്. വിഷ്ണുദർശനവും നല്ലതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയാണ് ഇതിൽ പെടുന്ന അടുത്തത്. പുണർത്തം, പൂയം, ആയില്യം നാളുകാരാണ് ഇതിൽ വരുന്നത്. ഈ വർഷം ഏറ്റവും അധികം മെച്ചപ്പെട്ടതാകും. കഷ്ടകാലം തീർന്ന് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തും. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. മെച്ചപ്പെട്ട ജീവിത നിലവാരം, ഉയർന്ന സാമ്പത്തികം, പുതിയ വീട്, വാഹന ഭാഗ്യങ്ങൾ ഇവർക്ക് ഫലമായി പറയുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കും. ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. മകരം. അടുത്തത് മകരം രാശിയാണ് വരുന്നത്. ഇതിൽ പെടുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിവർ ഇതിൽ പെടുന്നു. ശിവ, വിഷ്ണു, ദേവീ പ്രസാദമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നുകിട്ടും. ധന, ധാന്യ, സമൃദ്ധി നേടാൻ സാധിക്കും. ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയുന്നു. ഇവർ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയ ശേഷം ശിവ, വിഷ്ണു, ദേവീ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതാണ് നല്ലത്.